നമ്മൾ ലൈവ് ചെയ്തേക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ അതിങ്ങനെ പറയാനുള്ള സാവകാശമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ലൈവ് വീഡിയോ ഒന്നും ചെയ്യൽ കുറവാണ്. ഈ എപ്പോഴും ഞാൻ എൻ്റെ ബൈക്ക് യാത്രയിലൊക്കെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അറിയാവുന്ന പക്ഷേ അറിയാൻ മേലാത്ത മനുഷ്യരുമൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നമുക്ക് വണ്ടി 2 വീലറിന് കൈ കാണിച്ചിട്ട് എനിക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ട്. അത് മിക്കവാറും 2 ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെയാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്, തെറ്റില്ല. പക്ഷേ ഹെൽമെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോയി പോലീസ് പിടിച്ച് നമ്മുടെ പൈസ കളയാന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷിക്കാം. അതിനെല്ലാം കയറ്റുന്നതും തെറ്റാണ്. നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ഉണ്ടായാൽ ബൈക്കാണ്, അപ്പോൾ നമുക്ക് വാഹനത്തിൽ എപ്പം വേണമെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാവാം. നമുക്ക് പറ്റിയപ്പോയെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ വണ്ടിയുടെ പുറകെ കയറിയ ആ കൂടെ അപകടങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. ഹെൽമെറ്റ് ധരിക്കണം. ഹെൽമെറ്റ് ഇല്ലാതെ ഒരു 100 മീറ്റർ പോലും യാത്ര ചെയ്യലെന്നാണ് നമ്മുടെ അഭിപ്രായം പോലും. ഞാനിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന സമയത്തെ പലരും എന്നെ കൈ കാണിക്കാറുണ്ട്. നമ്മളോട് വിശ്വാസവും ഒരുപക്ഷെ അവരുടെ ആവശ്യം കൊണ്ടൊക്കെ ആയിരിക്കാം. ഈ കഴിഞ്ഞിടയ്ക്കൊരു 10-12 വയസ്സ് കാണും ഒരു പയ്യനെ എന്നെ വണ്ടിക്ക് കൈ കാണിച്ചത്. ഞാൻ സ്ലോ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഹെൽമെറ്റ് ഇല്ല പറഞ്ഞ് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അവരൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ചിന്തിക്കാനുള്ളൂ. കാരണം നമ്മുടെയൊക്കെ പ്രായത്തിലൊക്കെ ഈ ബൈക്കൊക്കെ ഇല്ല. ബൈക്കെന്ന് പറഞ്ഞാൽ ചുരുക്കം 100 വീടെടുത്താൽ അത് 2 വീട്ടിലെ ബൈക്ക് കാണത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ. പക്ഷേ അന്ന് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രെക്സാർ എന്ന് പറഞ്ഞ യമഹ ക്രെക്സാറൊക്കെ ഇറങ്ങിയ സമയമുണ്ട്. അത് നമുക്ക് ഈ ബൈക്കിൻ്റെ പുറകിൽ എങ്ങനെയെങ്കിലും കയറാനുള്ള ഒരു ആഗ്രഹമാണ്. നമ്മൾ കയറിയിട്ടില്ലല്ലോ, ബൈക്കിൽ ഒന്നും കയറാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ അന്ന് നമ്മുടെ പ്രായം അതാണ്. അന്ന് വണ്ടിയുടെ പുറകിൽ കയറണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരാളുടെ വണ്ടിയെ ഞാൻ ക്രെക്സാർ പുള്ളി എടുത്തതേ ഉള്ളൂ. ആ വണ്ടിക്ക് കൈ കാണിച്ച സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പുള്ളി എൻ്റെ മുന്നിൽ കൊണ്ട് സ്ലോ ചെയ്തിട്ട് എന്നെ കയറ്റാതെ പോയി. മനസ്സിലായി. അപ്പോൾ അത് ഭയങ്കര വിഷമം എനിക്ക് ഇന്നും ഉണ്ട്. ഇത്രയും വയസ്സായിട്ടും ആ വിഷമം മനസ്സിലുണ്ടെന്നുള്ള. പക്ഷെ അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സങ്കടമാണ്. അവരെ കയറ്റാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഹെൽമെറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വന്ന കാലത്ത് അന്നൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ആരെ വേണം വണ്ടിയെ ധൈര്യമായിട്ട്. ഇന്ന് അതൊന്നും പറ്റത്തില്ല. ഇന്ന് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ വണ്ടിയെ കയറ്റിക്കൊണ്ട് അവൻ വലിയ പ്രശ്നക്കാരനാണെങ്കിൽ നമ്മളോട് എൻ്റെ അത് കൊടുക്കും. അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ അത് ചെയ്യാവും. പക്ഷേ നമ്മുടെ മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. മിക്കവാറും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പം വണ്ടിയില്ലാത്തവരും ഒക്കെ. അതുപോലെ തന്നെ ഒരു ദിവസം ഒരാളെ വണ്ടിയെ കയറ്റി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തലകറക്കമുണ്ടായി. അതൊക്കെ നമുക്കറിയാൻ മേലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ പുറകെ നടക്കട്ടെ. റിസ്ക് എടുക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ നമ്മൾ വാഹനയാത്രയിൽ ഇങ്ങനെയുള്ള പരിചയമില്ലാത്ത ആൾക്കാരെ കയറ്റുന്നതിൽ നമുക്ക് ഗുണമുണ്ട്, ദോഷമുണ്ട്. ദോഷമുണ്ടാകും. എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ നമ്മളും അതിൻ്റെ അകത്തൊക്കെ പെട്ടു. അപ്പോൾ അങ്ങനെ വിഷമകരമായ കുറേ സംഭവങ്ങളാണ് അതൊക്കെ. നമുക്ക് ജീവിതത്തിൽ ഇന്നാണ് എല്ലാവർക്കും വണ്ടി ഒക്കെ ആയത്. വണ്ടി ഇന്നത്തെ ഒരു പ്രശ്നമാണ്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിലത് ഭയങ്കര വിഷമമായിട്ട് അന്ന് തൊട്ട് എത്ര വർഷമായി എന്നെ ഒരാൾ വണ്ടിയെ കയറ്റാഞ്ഞതിൻ്റെ ഒരു വിഷമം. കാരണം നമ്മൾ കയറ്റും എന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ്. നമ്മളെ കൂടെ അതിനകത്തൂടെ കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ച് നമ്മൾ കൈ കാണിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളി എന്നെ വണ്ടിയെ കയറ്റാതെ പോയപ്പോൾ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയായിരുന്നു. ഇന്നതൊന്നും പ്രശ്നമല്ല. നമുക്ക് ദൈവം സഹായിച്ച എല്ലാ വാഹനങ്ങളും ഓടിക്കാനും അറിയാം. നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട വാഹനം ഓടുന്നതാണ്. പക്ഷെ അന്ന് നമുക്ക് അതൊരു വിഷമമായിട്ട് കിടന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകും. പക്ഷെ അതിലൊന്നും പ്രയാസപ്പെടല്ലേ. കാരണം ഇന്ന് പണ്ടൊക്കെ കാലമല്ലല്ലോ. ഇന്ന് ആർക്ക് വേണം വണ്ടി എടുക്കാം. മനസ്സിലായോ? അപ്പോൾ അത് വലിയ കനമല്ല. പക്ഷെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ആർക്കും പറ്റൂലായിരുന്നു. കാരണം എല്ലാ പൈസ ഒരുമാതിരി അല്ലെങ്കിൽ പണം, പ്രായം, ഇതൊക്കെ അതിനകത്തൊരു പ്രശ്നമായിരുന്നല്ലോ പണ്ട് ഉള്ള കാലങ്ങളിലൊക്കെ. ഇന്ന് എല്ലാവരുടെ വീട്ടിൽ 2 വീലർ പോലും ഇല്ലാത്ത വീടുകളില്ല. മനസ്സിലായി. അപ്പോൾ അന്ന് അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതിലൊന്നും വിഷമിക്കരുത് ആരെങ്കിലും. ഇപ്പോൾ ഈ റോഡിലൊക്കെ നമ്മളെ ആൾക്കാർ കൈ കാണിച്ച് നിർത്താതൊക്കെ പോകുന്നതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ
ഇതാണ് ഒന്നാമത്തെ കാര്യം. ഹെൽമെറ്റ് ഒന്നേ കാണത്തുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഒരാളെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും ഒരു പക്ഷേ ക്യാമറയിലോ പോലീസോ നേരിട്ട് നമ്മളെ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് എക്സ്ക്യൂസ് പറയാനൊന്നും പറ്റുമല്ല. അതിൻ്റെ ഫൈൻ നമ്മൾ അടച്ചേ പറ്റുമോ. അതുപോലെ തന്നെ കഴിവതും വണ്ടിയിൽ കൈ കാണിക്കാതിരിക്കും. ഓട്ടോറിക്ഷയൊക്കെ കാണിച്ച് കയറിപ്പോൾ നിങ്ങൾ ഒരാൾ കയറ്റാൻ നമുക്ക് എത്ര വലിയ പരിചയമുള്ള ഒരു ഹെൽമെറ്റ് ഇല്ലാത്ത പക്ഷെ നമ്മൾ കയറ്റാൻ എല്ലാവരും മടിക്കും. ഇപ്പം എൻ്റെ പ്രശ്നം അതൊക്കെ തന്നെയാണ്. ഹെൽമെറ്റ് ഇല്ലാതെ നമ്മുടെ വണ്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റിക്കൊണ്ട് പോകും. പക്ഷേ മറ്റേ കാറോ എന്തൊക്കെയൊക്കെയാണ് നമ്മളെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോകും. പക്ഷേ ബൈക്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരുപാട് ആൾക്കാരിങ്ങനെ പോകുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരം, പ്രാവൻകുണ്ട്, കല്ലിശ്ശേരി അകത്തോട്ടൊക്കെ നമ്മുടെ ആൾക്കാരെയൊക്കെ കാണുമ്പം നമ്മൾ വണ്ടി നിർത്താനുള്ള ഇതില്ല. കാരണം പോകുന്ന വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഹെൽമെറ്റ് ഇല്ലാതെ പോയി തലയടിച്ച് വീണാൽ നമ്മുടെ തലയാണ് ആദ്യം അടിക്കുന്നത്. അപ്പം നിലത്തടിക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വണ്ടിയെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പലരും ഒക്കെ ചെയ്യാറുണ്ട്. പലരും വിഷമിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വിഷമം പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിങ്ങനെ ചുമ്മാ ലൈവൊക്കെ വന്നങ്ങ് ചെയ്തത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിന് ഭയങ്കര പ്രശ്നമായിട്ട് എൻ്റെ ഈ പ്രൊഫൈൽ ഭയങ്കര പ്രശ്നമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ലൈവൊക്കെ വരും. നിങ്ങളെയൊക്കെ ഇതുപോലെ ഒന്ന് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ.